ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശോചനീയമാണ്. ടീമിനകത്തും ആരാധകർക്കിടയിലുമെല്ലാം രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് എന്നാണ് അറിവ്. രോഹിത് ശർമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയേഴ്സും ആരാധകരും, ഹാർദിക് പാണ്ഡ്യയെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയേഴ്സും മാനേജ്മെൻറ്റും എല്ലാം മുംബൈയുടെ ഈ സീസൺ മൊത്തത്തിൽ കുളമാക്കിയിട്ടുണ്ട്. ഈ സീസണിൻ്റെ കളിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. കളിച്ച 3 കളികളിലും തോറ്റു. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഉള്ളത്. ഇപ്പോൾ ഇത് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ രക്ഷകനായി അവതരിക്കുന്ന പ്രിയ താരം സൂര്യകുമാർ യാദവ് തിരിച്ചു വരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. പരിക്ക് മൂലം വിശ്രമത്തിലായിരുന്ന താരം അതിനുശേഷം ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ IPL മുമ്പ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചില്ല. NCAയിൽ അതിനുള്ള കഠിന ശ്രമത്തിലായിരുന്നു. സൂര്യകുമാർ യാദവ് പൂർണ്ണമായി ഫിറ്റ്നസ് ക്ലിയർ ചെയ്തതായി NCA റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത കളിയിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ താരം ഗ്രൗണ്ടിൽ തിരിച്ചെത്തും. ലോക 1-ാം നമ്പർ T20 ബാറ്ററായ സൂര്യകുമാർ യാദവിന്റെ മടങ്ങിവരവ് ടീമിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. IPLന് മുൻപ് താരത്തിന് NCAയിൽ ഫിറ്റ്നസ് ക്ലിയറൻസ് നേടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് താരത്തിന് ആദ്യ മത്സരങ്ങൾ നഷ്ടമായത്. ഇപ്പോൾ ഇതാ താരം 100% ക്ലിയർ ചെയ്തു എന്ന വാർത്തയാണ് BCCI പുറത്തുവിട്ടിട്ടുള്ളത്. രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനാക്കാൻ മുംബൈ മാനേജ്മെന്റ് ശ്രമം നടത്തിയെന്ന വാർത്തയും വരുന്നുണ്ട്. എന്നാൽ താരത്തിന് തീരെ താല്പര്യമില്ല എന്ന വാർത്തയാണ് കേൾക്കുന്നത്. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിൽ വിർളി പൂണ്ട ആരാധകർ ഹോം മത്സരത്തിലടക്കം ക്യാപ്റ്റനെ കൂവി. ഇത്രയധികം സമ്മർദ്ദം ഹാർദിക് പാണ്ഡ്യയ്ക്ക് താങ്ങാനാവുന്നതിലപ്പുറമാണ്. താരത്തിന്റെ പെർഫോമൻസിലും ക്യാപ്റ്റനായി എടുക്കുന്ന തീരുമാനങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട് എന്ന് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാനേജ്മെന്റ് രോഹിത് ശർമ്മയോട് ആലോചിക്കാൻ എടുത്ത തീരുമാനമാണ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കുക എന്നത്. ഇപ്പോൾ തിരികെ ക്യാപ്റ്റനാക്കാൻ പറയുന്നതിൽ എന്താണ് മാനേജ്മെന്റ് അർത്ഥമാക്കുന്നത്? ടീമിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2024 സീസണിന് ശേഷം താരം മുംബൈ ഇന്ത്യൻസ് വിടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുംബൈ ഇന്ത്യൻസിനെ 5 തവണ IPL കിരീടം ചൂടിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ഈ താരത്തിനോട് മാനേജ്മെന്റ് കാട്ടിയ അനീതി കുറച്ച് കൂടുതലായി എന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മ തന്നെ ഈ സീസണിൽ ക്യാപ്റ്റനായി തുടരണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ധോണി ചെയ്തതുപോലെ രോഹിത് ശർമ്മ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറുമായിരുന്നു. ഇതിനെത്ര ധൃതി പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താരം ക്യാപ്റ്റൻസി നിഷേധിക്കുകയും 2024 സീസണിന് ശേഷം മുംബൈ ഇന്ത്യൻസ് വിടുമെന്നുള്ള വാർത്തയ്ക്ക് കൂടുതൽ വ്യക്തത വരുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.